ഹായ് ഓൾ. ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷമാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നുണ്ടോ വേപ്പിലാണ്. വേപ്പിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷാമ്പൂവിനാണ്, അതുപോലെ ഫേസ് പാക്കിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഷാമ്പൂ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വേപ്പില ഷാമ്പൂ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രഷ് ആയിട്ടുള്ള വേപ്പില എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേപ്പില ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ബട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡാൻഡ്രഫിന് വേണ്ടി ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള താരണമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. മുടി പോകുന്നതിനും എല്ലാത്തിനും കാരണം താരണമാണ്. അപ്പോൾ നമുക്കതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനെ കളയാൻ നമുക്ക് വേപ്പാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് വേപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം ഇലകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമാണ് വേണ്ടത്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഷാമ്പൂവിൽ നമുക്ക് ആദ്യം വേണ്ടത് വെള്ളമാണ്. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ ഡിസ്റ്റിൽ വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് 200 ml ആണ് എടുക്കുന്നത്. നമ്മൾ 200 ml ആണ് ചൂടാക്കുന്നത്. കാരണം 200 ml എടുത്താൽ നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അത് വറ്റി നമുക്ക് വേണ്ട അത്ര എമൗണ്ട് വേണം. കാരണം അതിൻ്റെ വേണ്ട മെഷർമെൻറ്റൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് 200 250 എടുക്കാം. ബട്ട് നമ്മളിതിനൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ മെഷർമെൻറ്റ് കപ്പിൽ 200 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വറ്റി എടുക്കണം അതിനെ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൂടുതലും കൂടി എടുത്തോ. അപ്പോൾ ഞാനൊരു 220 എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലേശം കൂടുതൽ എടുത്തിട്ടുണ്ട്. 200 അതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഇല ഇട്ടിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഒന്ന് കഴുകി കൊണ്ടുവരണം. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഒരു തവണ സാധാ വെള്ളത്തിൽ ഒരു തവണ ഞാൻ കുറച്ച് ഡിസ്റ്റിൽ വാട്ടറിലും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ബോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഇതിനകത്തോട്ട് എന്താ പറയണ്ടേ, ഈ ഒരു 220 ml വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റും ഗുണങ്ങളും എല്ലാം അതിനകത്ത് ഇറങ്ങിയ ശേഷം നമുക്ക് വേണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുക. നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെഷർ ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട എമൗണ്ട്. ഇനി നമുക്ക് വേണ്ടത് എമൗണ്ട് നമ്മൾ മെഷർ ചെയ്ത് ടയർ ചെയ്ത് മെഷർ ചെയ്ത്. അപ്പോൾ ഇത് കുറച്ച് ഒരു 10 മിനിറ്റ്സ് ഇരുന്ന് സെറ്റായതിനു ശേഷമാണ് ഞാനിതിനെ അരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇനി വേറൊരു ബീക്കറിലോട്ട് ഇതിനെ മെഷർ ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് 130. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യാം. ഇനി നമ്മൾ മെഷർ ചെയ്യുന്നത് ആദ്യം തന്നെ സാന്തങ്കമാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് സാന്തങ്കം ക്ലിയർ യൂസ് ചെയ്യാം. സാന്തങ്കം നമുക്ക് വേണ്ടത് 1 gram ആണ്. 1 gram മെഷർ ചെയ്തെടുക്കുക. തിക്നെസ് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് സാന്തങ്കം മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. എപ്പോഴും അറിയാം, സാന്തങ്കം എപ്പോഴും ഗ്ലിസറിനിലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഗ്ലിസറിൻ വേണ്ടത്, നമുക്ക് ഗ്ലിസറിൻ മോയ്സ്ചറൈസിങ് കൊടുക്കുന്നതാണ്. നമുക്ക് 8 gram ഗ്ലിസറിൻ വേണം. അപ്പോൾ ഗ്ലിസറിൻ കൂടെ മെഷർ ചെയ്ത് നമുക്കതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലിസറിനും മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത സാന്തങ്കം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സാന്തങ്കം ക്ലിയർ യൂസ് ചെയ്താൽ മതി. അതാണ് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളത്. അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അതും കൂടെ മെഷർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി സർഫക്റ്റൻ്റ് ആണ്. ഇത് AOS ആണ്. ആൽഫ ഒലിഫിൻ സൾഫേറ്റ് ആണ് കേട്ടോ. ഇതാണ് AOS, ആൽഫ ഒലിഫിൻ സൾഫേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ പ്രൈമറി സർഫക്റ്റൻ്റ് ആണ്. ഇത് ഏറ്റവും നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ലാദർ തരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പം നമ്മൾ ഇതാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് ഒരു 30 ml ആണ്. അത് കറക്റ്റ് മെഷർ ചെയ്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡാൻഡ്രഫിന് ഏറ്റവും നല്ല ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുക കൊടുക്കണം. അപ്പോൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മറക്കാതെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തത് മെഷർ ചെയ്യാം. ഇതാണ് CABP. ഇത് നമ്മുടെ സെക്കൻഡറി സർഫക്റ്റൻ്റ് ആണ്. കാരണം ഈ ആദ്യം കൊടുത്ത നമ്മൾ ആ ഒരു സർഫക്റ്റൻറ്റിനെ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CABP യൂസ് ചെയ്യുന്നത്. അപ്പോൾ CABP നമുക്ക് ഒരു 24 ആണ് വേണ്ടത്. ഇനി നമുക്ക് ഈ 2 പ്രോഡക്റ്റും കൂടെ നമ്മൾ നമ്മുടെ മെയിൻ ബീക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല.
ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് പ്രോഡക്റ്റും കൂടി ഉണ്ട്, മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. നമുക്ക് സെയിം പ്രോഡക്റ്റ് തന്നെ ഇനി നമ്മൾ മെഷർ ചെയ്യുന്നത് EGMS ആണ്. EGMS ആണ് നമുക്ക് പേളി എഫക്റ്റ് തരുന്നത്. നമുക്കൊരു സിൽക്കി എഫക്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടി നമുക്ക് EGMS യൂസ് ചെയ്യണം. അത് നമുക്കൊരു 6 ഗ്രാം മെഷർ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളൊരു 6 ഗ്രാം എടുക്കണം. ഒരു 6 ഗ്രാം മെഷർ ചെയ്ത് ഇതാകുമ്പോൾ നമുക്ക് നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ട് നല്ലൊരു സിൽക്കി ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇതിപ്പോൾ ഒരു ഫ്ലേക്കിയാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം മെൽറ്റായിട്ട് നമുക്ക് നല്ല ഒരു പ്രോഡക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു ബീക്കറിൽ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഓരോന്നോരോന്ന് വീഡിയോയ്ക്ക് വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ തവണയായിട്ട് നിങ്ങളെ ഓരോന്നിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യണം. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് നമുക്കിതെല്ലാം എന്താ മെൽട്ടായി വരും. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം മെൽട്ടായി നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ കൂടെ മിക്സ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് എ പ്രോഡക്റ്റ്. രണ്ട് ഫേസ് ആണ്. ഇതിൽ ഫേസ് എയിലാണ് നമ്മൾ ഇത്ര ആഡ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡബിൾ ബോയിലിംഗ് ആണ്. അപ്പോൾ നമ്മളതിനെ കംപ്ലീറ്റ് മെൽട്ടാക്കി ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഒരു ഇലയുടെ ഒത്തിരി ഉണ്ട്, അത് നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുക. അത് നമുക്ക് കളയാൻ മാറ്റി നോക്കോ. ഇപ്പം നമ്മളതിനെ കംപ്ലീറ്റ് ഇപ്പം ഇത്തിരി വാട്ടറിയാണ്, ഇച്ചിരി വെള്ളത്തിലാണ് ഇരിക്കുന്നത്, കണ്ട് കുഴപ്പമില്ല. നമുക്കിത് ഒന്ന് നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് നമ്മൾ ഫേസ് ബി ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് മെൽട്ടായതിന് ശേഷം നമുക്കിനിയുള്ളത് ഫിനോക്സിയഥനോളും പിന്നെ നമുക്കുള്ളത് സോഡിയം ബെൻസോയേറ്റുമാണ്, നമ്മുടെ പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി അത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷാമ്പു നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1 ഗ്രാം ഫിനോക്സിയഥനോൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ആഡ് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് വേണ്ടത് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വേണ്ട നമ്മുടെ എക്സ്പയറി കൂട്ടാൻ വേണ്ടി. ഇപ്പോൾ ഫിനോക്സി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫിനോക്സി മാത്രം ഒഴിക്കാം. ഇത് ഞാനിപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ഇടുവാണ്. അതും കൂടെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോഡിയം ബെൻസോവേറ്റ് ആണ്, ഫിനോക്സിയും സോഡിയം ബെൻസോവേറ്റും ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് 0.4 ഗ്രാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നീം എസെൻഷ്യൽ ഓയിലാണ്. മുടിക്ക് ഏറ്റവും നല്ലതാണ് എസെൻഷ്യൽ ഓയിൽ. നീമിൻ്റെ തന്നെ നമുക്കുണ്ട്. നമ്മൾ നീം എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മിക്സ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നത് ഈ നീം എസെൻഷ്യൽ ഓയിലാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് റിംഗരാജിൻ്റെ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ആണ്. അതൊരു 1 ml ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും മുടിക്ക് എന്ത് ഗുണങ്ങളുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അടുത്തത് ആഡ് ചെയ്തത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. ഗ്ലിസറിനിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ്. കണ്ടോ, സിങ്ക് പൈരത്തോയിൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി എത്ര ml ആണ്? ഇതൊരു 200 mg അല്ലേ. അപ്പോൾ നമുക്കൊരു 4 ഗ്രാം നമ്മളിത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, ഹെർബലായിട്ടുള്ള നീം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക് ഒരു ലുക്കിന് വേണ്ടി. ഞാനിപ്പോൾ കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് ബോട്ടിലോട്ടാക്കാം. ഇത് എപ്പോഴും നിങ്ങൾ 24 hours കഴിഞ്ഞ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിനെ ഈ ബോട്ടിൽ, ഇത് 200-ൻ്റെ ബോട്ടിലാണ്, നമുക്കതിനകത്ത് പെതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. 200 ml ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.